4 പതിറ്റാണ്ട് മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 1986 ഒരാളെ കൈത്തോട്ടിൽ മുക്കിക്കൊലപ്പെടുത്തിയെന്ന് മലപ്പുറം സ്വദേശിയുടെ കുറ്റസമ്മതമൊഴി. വേങ്ങര പോലീസ് സ്റ്റേഷനിലെത്തിയാണ് മുഹമ്മദ് അലി കുറ്റസമ്മതമൊഴി നൽകിയത്. മാനസിക സമ്മർദ്ദം താങ്ങാനാകാത്തതുകൊണ്ടാണ് തുറന്നു പറച്ചിലെന്നും പ്രതി പോലീസിനോട് പറഞ്ഞു. മൊഴിയുടെ പശ്ചാത്തലത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. 1986 ഡിസംബർ മാസം കൂടരഞ്ഞിയിൽ കൈത്തോട്ടിൽ മുങ്ങി മരിച്ച അജ്ഞാതനായ 20-കാരനെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം. ജൂൺ 5 വേങ്ങര പോലീസ് സ്റ്റേഷൻ. ആന്റണി എന്ന മുഹമ്മദ് അലിയുടെ കുറ്റസമ്മതമൊഴി. തിരുവമ്പാടി കൂടരഞ്ഞിയിൽ ഒരാളെ വെള്ളത്തിൽ ചവിട്ടി താഴ്ത്തി കൊലപ്പെടുത്തി. കടുത്ത മാനസിക സമ്മർദ്ദത്തെ തുടർന്ന് നീണ്ട 40 വർഷങ്ങൾക്ക് ശേഷമുള്ള കുറ്റസമ്മതമൊഴി. 40 വർഷം മുൻപ് ഒരു 20-കാരനെ ഞാൻ കൊന്നു. കൂടരഞ്ഞിക്കടുത്തുള്ള ഒരു കൈത്തോട്ടിലാണ് കൊലപാതകം നടത്തിയത്. കൊലപാതക ശേഷം വിവരം മറച്ചുവെച്ചു. തെളിവുകളെല്ലാം കൃത്യമായി നശിപ്പിച്ചു. 3 ദിവസത്തിന് ശേഷം മൃതദേഹം കണ്ടെത്തിയെങ്കിലും കൊലപാതകമെന്ന് തിരിച്ചറിയാനായില്ല. പിന്നീട് കേസ് തേഞ്ഞുമാഞ്ഞു പോയി. എന്നാൽ കുറ്റബോധം കൊണ്ട് എനിക്ക് ജീവിക്കാൻ കഴിയുന്നില്ല. ഉറങ്ങുമ്പോഴെല്ലാം എന്നെ ആ ദിവസം വേട്ടയാടുന്നു. കണ്ണടയ്ക്കുമ്പോൾ എന്തെന്നില്ലാത്ത ഭയം എന്നെ വിഴുങ്ങുന്നു. വേങ്ങരയിലെ പോലീസുകാരുടെ സമനില തെറ്റിച്ച് സ്റ്റേഷനിലെത്തിയ മുഹമ്മദ് അലി പറഞ്ഞ കുറ്റസമ്മത മൊഴിയാണിത്. 375/25 എന്ന നമ്പർ പ്രകാരം വേങ്ങര പോലീസ് FIR ചാർജ് ചെയ്ത് തിരുവമ്പാടി പോലീസിന് കൈമാറി. തിരുവമ്പാടി പോലീസ് നിരവധി കേസ് ഫയലുകൾ പരിശോധിച്ചു. ഒടുവിലെത്തിപ്പെട്ടത് വെള്ളത്തിൽ മുങ്ങി മരിച്ച 20-കാരന്റെ അസ്വാഭാവിക മരണം. മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തലുമായി ഏറെ അടുത്തു നിൽക്കുന്നതാണ് ഈ കേസ്. ഇരിട്ടിയിൽ നിന്ന് കൃഷിപ്പണിക്കായി വന്ന ആളുകൾക്കൊപ്പമാണ് മരണപ്പെട്ടയാളും തിരുവമ്പാടിയിലെത്തിയത്. യുവാവിന് അപസ്മാര രോഗബാധയുള്ളതിനാൽ ജോസഫിന്റെ വാതല്ലൂർ എന്ന വീട്ടിലാണ് ഒപ്പമുണ്ടായിരുന്നവർ താമസിപ്പിച്ചത്. മുങ്ങി മരിച്ച നിലയിൽ പിന്നീട് കണ്ടെത്തി. അപസ്മാരം വന്ന് മരിച്ചതാകാം എന്നാണ് അന്ന് കരുതിയിരുന്നത്. വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷിച്ചെത്തിയത് കൂടരഞ്ഞിയിലെ വാതല്ലൂർ ജോസഫിന്റെ വീട്ടിൽ. അന്ന് ഞാൻ നിൽക്കുന്ന ഇവിടെ ഉണ്ടായിരുന്ന ചെങ്കല്ല് പൊട്ടിച്ചു മാറ്റുന്നതിനായി ഒരു ദിവസത്തെ ജോലിക്കാണ് ഈ അജ്ഞാതനായ യുവാവ് എത്തിയത്. ഇന്ന് ജോസഫ് ഇല്ല. പക്ഷേ അദ്ദേഹത്തിന്റെ മകൻ ദേവസിക്ക് കുറെ കൂടി കാര്യങ്ങൾ പറയാനുണ്ട്. ഈ ആകെ ഒരു ദിവസം ഈ വ്യക്തി ഇവിടെ പണിയെടുത്തുള്ളൂ, ഈ മരിച്ച ആള്. ആ ഒരു ദിവസം പണിയെടുത്ത് പിറ്റേ ദിവസം പുള്ളി ഇങ്ങനെ മറക്കിയിരിക്കാൻ പോയപ്പോൾ പുള്ളിക്ക് പെട്ടെന്ന് അപസ്മാരം ഇളകുകയും കിടന്നു പോയത്. അപ്പോൾ അന്നേരം പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഒരു സ്റ്റേഷനിൽ നിന്ന് വിവരം പറഞ്ഞായിരുന്നു, ഇങ്ങനെ ശ്വാസകോശത്ത് ചെളിയും മണ്ണും എല്ലാം നിറഞ്ഞിട്ട് അങ്ങനെ മരിച്ച മറ്റ് റിപ്പോർട്ടുകളൊന്നുമില്ല എന്ന് പറഞ്ഞു. കൊലപാതകം എന്തിന് എന്നതിനെക്കുറിച്ച് പല സംശയങ്ങളും പോലീസിനുണ്ട്. കുട്ടിയായിരുന്ന മുഹമ്മദ് അലിയെ കൊല്ലപ്പെട്ടയാൾ ഉപദ്രവിച്ചിരുന്നുവെന്നും ഇതിനെ തുടർന്നുണ്ടായ പകയിൽ കൃത്യത്തിലേക്ക് നീങ്ങുകയായിരുന്നു എന്നും സംശയമുണ്ട്. പുലർച്ചെയായതിനാൽ ആരും കൊലപാതക വിവരം അറിഞ്ഞില്ല. കൊല്ലണം എന്ന് കരുതി ചെയ്തതല്ല. വെള്ളത്തിലേക്ക് ചവിട്ടിത്തള്ളിയപ്പോൾ അപസ്മാരം വരികയും അങ്ങനെ മരണം സംഭവിച്ചതാകാം എന്നുമാണ് മറ്റൊരു സംശയം. 3 ദിവസത്തോളം മൃതദേഹം സ്ഥലത്ത് കിടന്നു. ദുർഗന്ധം വമിച്ചതോടെയാണ് നാട്ടുകാർ മൃതദേഹം കണ്ടെത്തിയത്. ഈ സംശയങ്ങളെല്ലാം ഉണ്ടെങ്കിലും കോർത്തിണക്കാൻ പറ്റിയ തെളിവുകൾ പോലീസിന്റെ മുന്നിലില്ല. സാഹചര്യ തെളിവുകളും മൊഴികളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും വരെ അപകടമരണമെന്ന സൂചനയാണ് നൽകുന്നത്. മരിച്ചയാളെ ഇതുവരെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് മറ്റൊരു വെല്ലുവിളി. അജ്ഞാതനായ ആളെ തേടി ആരും എത്താതിരുന്നതോടെ ഇയാളുടെ മൃതദേഹം പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചു. മരിച്ചയാളുടെ പേര് മോഹനൻ എന്ന സൂചനയുണ്ട്. എന്നാൽ ഇത് എവിടെ നിന്ന് ലഭിച്ചെന്നോ പോലീസിന്റെ കേസ് ഡയറിയിൽ സൂചനയില്ല. അന്ന് കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥൻ OP തോമസിൽ നിന്നും വിവരങ്ങൾ തേടാൻ നീക്കമുണ്ട്. അന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇരിട്ടി സ്വദേശിയാണെന്ന സൂചനയാണ് ലഭിച്ചത്. മുഹമ്മദ് അലിയുടെ മൊഴിയിൽ പാലക്കാട് സ്വദേശിയെന്നും കോടതിയിൽ സമർപ്പിച്ച രേഖകൾ തിരിച്ചുവാങ്ങി പരിശോധിക്കാനാണ് പോലീസിന്റെ നീക്കം. മുഹമ്മദ് അലിയുടെ കുറ്റസമ്മത മൊഴിയിൽ കൊലപാതകം നടന്നു എന്ന് പറയുന്ന കൂടരഞ്ഞിയിലെ കൈത്തോടാണിത്. തീർത്തും അജ്ഞാതനായ പോലീസ് ക്രൈം റെക്കോർഡിൽ മോഹൻ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന വ്യക്തിയുടെ മൃതദേഹം 3-ാം പക്കം ജീർണാവസ്ഥയിൽ ഇവിടെ കവിഴ്ന്നു കിടക്കുന്ന നിലയിലാണ് കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മുങ്ങി മരണത്തിനപ്പുറത്തേക്ക് അസ്വാഭാവികത കണ്ടെത്താൻ കഴിയാതിരുന്നതോടെ പോലീസ് വലിയ വെല്ലുവിളിയാണ് നേരിടുന്നത്. ഈ കേസിൽ കൂടുതൽ തെളിവുകൾ കണ്ടെത്തി കോർത്തിണക്കി കേസ് ഫ്രെയിം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് പോലീസ് ഇപ്പോഴുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് വിജയ് ശമ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.